2021 ഇവിടെ ശ്രീ രാജേഷ് MLA ആയി മന്ത്രിയായി കടന്നു വന്നതിന് ശേഷം പ്രധാന അസംബ്ലിക്കകത്ത് ഒരു പുതിയ റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ കഴിയത്തില്ല. 2021 ഡിസംബർ മാസം 5-ാം തീയതി അദ്ദേഹം പറഞ്ഞു 40 കോടിയോളം രൂപ ഇവിടുത്തെ റോഡുകൾക്ക് വേണ്ടി നീക്കിവെച്ചു. 2021 4 വർഷം പൂർത്തീകരിച്ചു. എന്നിട്ട് പറഞ്ഞു മെയ് മാസത്തിൽ റോഡ് പൂർത്തീകരിക്കുന്നു പറഞ്ഞു. എന്ന് വെച്ചാൽ 2022 മെയ് മാസത്തോട് കൂടിയിട്ട് റോഡുകളുടെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കണ്ട് അറ്റകുറ്റപ്പണി നടത്തും, അതോടൊപ്പം തന്നെ റീടാറിംഗ് ഉൾപ്പെടെ നടത്തുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് 2022 മെയ്യിലും നടത്തിയില്ല, 23 മെയ്യിലും നടത്തിയില്ല, 24 മെയ്യിലും നടത്തിയിട്ടില്ല. 17 റോഡുകൾക്ക് വേണ്ടിയാണ് ഇത്രയും അധികം കോടികൾ മാറ്റിവെച്ചു എന്ന് അദ്ദേഹം അധികാരത്തിൽ ഒന്ന് അന്നു മുതൽ പറയാൻ തുടങ്ങിയത്. ഇപ്പൊ പറയുന്നു 2025 മെയ്യിൽ പൂർത്തീകരിക്കുന്നു. ഞങ്ങൾ ഏത് വാക്കാണ് വിശ്വസിക്കേണ്ടത്? വാഗ്ദാനങ്ങൾ മാത്രമാണ് ഈ മന്ത്രി. ഒരു മന്ത്രിയല്ലേ, കേരളത്തിലെ LDF ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിക്ക് തൃത്താലയിലെ റോഡ്, നിങ്ങളിപ്പോ ഈ തൃത്താല ഇപ്പൊ സെൻട്രലാണ് ഞങ്ങൾ വിശ്വാസിച്ചിരിക്കുന്നത്. ഇവിടത്തെ നോക്കി സെൻട്രലിന്റെ അവസ്ഥയാണ്, ടൗണിന്റെ അവസ്ഥ. പ്രധാനപ്പെട്ട തൃത്താലയുടെ ജംഗ്ഷനാണ്. അവിടെ ഒരു 4 കുഴി പോലും അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മന്ത്രിക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഈ മന്ത്രി വലിയ നാവിൽ ഇങ്ങനെ ചെറിയ നാവിൽ വലിയ വാഗ്ദാനങ്ങളും വലിയ വർത്തമാനങ്ങളും ഒഴികെ വേറെ എന്താ കഴിയും? ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് UDF തോപ്പിക്കാൻ വേണ്ടി പെട്ടിക്കഥ കൊണ്ടുവന്നു, അതും പൊട്ടിപ്പോയല്ലേ. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 100% ഞാൻ പറയട്ടെ, പരാജയമാണ്. പരാജയപ്പെട്ട ഒരു മന്ത്രിയാണ് നിർത്താലേ. ഒരു റോഡിന് ഫണ്ട് അനുവദിക്കാൻ കഴിയാത്തൊരു മന്ത്രി. അപ്പൊ ഞങ്ങൾ ഇനി എന്നാണ് കാത്തിരിക്കുന്നത്? ഒരു റോഡ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു റോഡിന്റെ അറ്റകുറ്റം നടത്തിയിട്ടില്ല, എത്രയോ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പ്രതിഷേധം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ് സമയം. ജനങ്ങളെ വേണ്ടി യൂത്ത് കോൺഗ്രസ് നിന്ന് 10 മുതൽ 5 മണി വരെ ഉപവാസം നടത്താൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ഗാന്ധിയൻ സമരമാണ്. ആ സമരമാണ് ഉപവാസം. ഈ സമരം കൊണ്ട് ഈ പ്രവൃത്തികൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അറ്റകുറ്റം നടത്തിയിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരം, മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന സമരത്തിലേക്ക്